അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതായത്തെന്നറിയുമോ? സൂറത്തു ത്വാഹ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായമുണ്ട്. അതിനകത്തുള്ള ഒരായത്താണ്. അവസാനത്തെ പേജ് എടുത്ത് നോക്ക്. 132ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങിക്കിടക്കുന്ന മക്കളുണ്ടല്ലോ, നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് പറയണം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ലാഹ് പറയുകയാ, ഉറങ്ങിക്കിടക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കും, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, എഴുന്നേറ്റ് നിസ്കരിക്ക്. എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ തങ്ങൾ എന്താ പറയണേ? മോനെ, 5 നേരം എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഒരുത്തന്റെ മുന്നിലും തെണ്ടണ്ട, യാചിക്കാൻ പോകണ്ട, കഞ്ചാവ് കച്ചവടം നടത്തണ്ട, ലോട്ടറി എടുക്കണ്ട, എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴി നോക്കണ്ട, മരിക്കുന്ന കാലം വരെ തെണ്ടാതെ ഹലാലായ ഭക്ഷണം കഴിക്കണോ, അല്ലാഹ് തരും, നിസ്കരിച്ചാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ എന്തു പറയും? പഠിക്കണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. 55 വയസ്സുകാരനോടല്ല, 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നവനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, ഫുൾ A+ വാങ്ങിച്ച് ഏറ്റവും വലിയ മാർക്ക് വാങ്ങിച്ച് ജയിക്കണം, നല്ല ജോലിയിൽ കയറണം, നല്ല ശമ്പളം കിട്ടണം, നല്ല ശമ്പളം കിട്ടിയാലേ നല്ല ജീവിതം കിട്ടൂ. എടാ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇപ്പം മയക്കുമരുന്ന് കച്ചവടമല്ലേ മോന്, കഞ്ചാവ് കച്ചവടമല്ലേ മോന്. എങ്ങനെ നിന്റെ മോനെ നശിപ്പിച്ചത് നിന്റെ ആർത്തിയാ പെങ്ങളെ, നീയാ പഠിപ്പിച്ചത്. പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് ആ ചെറിയ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ആ വിഷം കുത്തിവെച്ചു കൊടുത്തത് നീയാ. നിന്റെ മക്കളെ പഴപ്പിച്ചത്. അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കളോട് പറഞ്ഞു കൊടുക്ക. കഞ്ചാവ് ഒരു ചെറുപ്പം ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മയക്കുമരുന്നിനെ കുറിച്ച് പറയണെന്ന്. എന്തിനാ ഞാൻ തല്ലുകൊള്ളാനോ വെറുതെ? കഞ്ചാവ് കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം, കൂടിയ ഐറ്റവ കച്ചവടം ചെയ്യുന്ന മോൻ എന്തേ? എളുപ്പം പൈസ ഉണ്ടാക്കാം. എളുപ്പ പൈസ ഉണ്ടാക്കാനുള്ള വഴി ആരാ പറഞ്ഞു കൊടുത്തത്? നിന്റെ പെണ്ണുമ്പുള്ള. എന്നാ ഉമർ തങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തു, മക്കളെ 5 നേരം നിസ്കരിക്ക്. അല്ലാഹ് പറഞ്ഞെന്തറിയോ? ലാ നസ്അലുക റിസ്ഖ. നീയല്ല ഉണ്ടാക്കണേ, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞ ഉടനെ മക്കൾ ചാടി എഴുന്നേക്കൂല. ഇത് പറഞ്ഞ ഉടനെ ചാടി എഴുന്നേക്കൂല. രണ്ടാമത് പറഞ്ഞു കൊടുക്കണം, വൽ ആഖിബത്തു ലിത്തഖ്വ. നല്ല മരണം വേണം. കണ്ണ് തെള്ളി പതയും നൊരയും ഒലിപ്പിച്ച് മുഖമൊക്കെ കറുത്ത് മലമൂത്ര വിസർജനം നടത്തി കാഫിറിനെ പോലെ ചാകണോ, അതോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ചുണ്ടിൽ പുഞ്ചിരിയുമായി പ്രകാശിക്കുന്ന മുഖവുമായി നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വരുന്നവര് മുഴുവനും മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു നല്ല മരണം നിനക്ക് വേണോ? എഴുന്നേറ്റ് നിസ്കരിക്കുക. ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ, ഈമാനുള്ള ഒരു മരണം നിനക്ക് വേണോടാ. നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയുന്ന ഒരു മരണം നിനക്ക് വേണോ? നിസ്കരിക്കുക. ഇത് പറഞ്ഞു നോക്ക്, ഏതുറക്കവും മാറും. ഏത് നിസ്കരിക്കാത്തവനും എഴുന്നേറ്റ് നിസ്കരിക്കും. കാരണം മരണത്തിന് അവന് പേടിയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞു നോക്ക്. ഇത് പറഞ്ഞിട്ട് എഴുന്നേക്കുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ തലയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയേരെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് നന്നാകാത്തവനെ പിന്നെ എന്ത് പറയാനാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന 2ാമത്തെ വിഭാഗം
ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3ാമത്തെ വിഭാഗമാരാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൻ മുഹമ്മദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പരലോകത്തെ കടന്നു വരുന്ന 3ാമത്തെ വൃത്തികെട്ടവരാരെന്നറിയോ? ദുൽ വജ്ഹൈ, 2 മുഖമുള്ളവരാട്, 2 മുഖമുള്ളവരാട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടെ കൂടുമ്പോൾ, ഒരു വിഭാഗം ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ, പടച്ചവനെ ഞാൻ നിങ്ങളുടെ ആളാണ്, ഞാൻ നിങ്ങളുടെ ആളാണ്. പടച്ചവനെ അവര് പിരിഞ്ഞു കഴിഞ്ഞ് 2ാമത്തെ വിഭാഗത്തെ കാണുമ്പോ അവരുടെ കൂടെ കൂടിയിട്ട് പടച്ചവനെ ഇവരെ കുറ്റം പറയുകയാ. ഇങ്ങനെ 2 മുഖമുള്ളവരുണ്ടല്ലോ, ഇങ്ങനെ 2 മുഖമുള്ളവരുണ്ടല്ലോ, അവരാണ് നാളെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കാണുമ്പോ പറയും, പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോ പറയും, അല്ലാഹു ഉസ്താദെ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമായി ഈ നാട് നന്നായത്. നിങ്ങളെ പറയണില്ല, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞോളാം. ഉസ്താദെ നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ നാട് നന്നായത്. നിങ്ങളെപ്പോലെ ഒരു ഇമാമില്ല റബ്ബേ. നിങ്ങളെ കാണുമ്പോൾ തന്നെ മുഖത്ത് ഈമാനിന്റെ പ്രകാശവ, നിങ്ങളെ കാണുമ്പോൾ തന്നെ ഖബർ ഓർമ്മ വരും. അങ്ങനെ ഉസ്താദിനെ അങ്ങോട്ട് പൊക്കും. ഉസ്താദ് എല്ലാം കേട്ടിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ അടുത്തവനെ കാണുമ്പോൾ ഇവനെ കാര്യം വലിയ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുമ്പോൾ മുഖത്ത് നോക്കിയിട്ട് നല്ലത് പറയും, അങ്ങോട്ട് മാറിയിട്ട് എതിര് പറയും. പടച്ചവനെ 2 മുഖം കാണിക്കുക. കാണുമ്പോ ചിരിക്കുകയും ചെയ്യും, മാറുമ്പോ ഉള്ളിനകത്ത് വിഷം വെച്ചുകൊണ്ട് നടക്കുക, തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ചില വിഭാഗമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു പരലോകത്ത് വരുന്നത് എങ്ങനെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തജിബു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദിൽ വജ്ഹൈൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ജനങ്ങളിൽ, നാളെ പരലോകത്ത് വരുന്ന ജനങ്ങളിൽ ഏറ്റവും നശിച്ചവനാരെന്നറിയോ? അള്ളാന്റെ മുന്നിലേക്ക് കടന്നു വരുന്നവരിൽ വെച്ച് ഏറ്റവും നീചനായ, ഏറ്റവും വൃത്തികെട്ടവനായ മനുഷ്യനാരെന്നറിയോ? അത് ദുൽ വജ്ഹൈൻ, 2 മുഖമുള്ളവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവര് പരലോകത്ത് വരുന്ന രംഗം എങ്ങനെയെന്നറിയോ? ഏഷണി പറയുന്നവര്, പരദൂഷണം പറയുന്നവര്, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവര്, പച്ചയിറച്ചി തിന്നുന്നവര്, ഫിത്ന ഉണ്ടാക്കുന്നവര്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അൻ അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. പെങ്ങളെ, 4 പേര് കൂടി കഴിയുമ്പോ അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ, പച്ചയിറച്ചി തിന്നുന്ന സഹോദരിമാര്, 2 മുഖമുള്ളവര്, 2 സ്വഭാവമുള്ളവര് നാളെ പരലോകത്ത് കടന്നു വരുമ്പോ നിന്നെ തിരിച്ചറിയാനുള്ള അടയാളം എന്താ? നിന്നെ തിരിച്ചറിയാനുള്ള അടയാളമെന്തോ? അല്ലാഹു നിന്റെ നാക്ക് 2ആയി കീറുകയാണ്. 2 നാക്കുകളാണ്, 2 നാക്കുകളാണ്. അല്ലാഹ് നരകത്തിന്റെ തീയാലുള്ള നാക്കാ. ഉരുകുമടി മോളെ, നിന്റെ മുഖത്തിലെയും നിന്റെ ശരീരത്തിലെയും തുല്യതായ ഇറച്ചിയുണ്ടല്ലോ. ഈ തീയുടെ നാവ് കാരണം പടച്ചവനെ നിന്റെ ഇറച്ചി മുഴുവനും വെന്തുരുകുകയാ, ദുർഗന്ധമടിക്കുകയാ, ജനങ്ങൾ പേടിച്ചോടുകയാ. ലിസാനാനി മിനന്നാർ,
രണ്ട് നാവുകളുമായിട്ടാണ് കടന്നു വരുന്നത്. കാരണം ദുനിയാവിലെ ശനി പറഞ്ഞവരാ, പരദൂഷണം പറഞ്ഞവരാ, പരസ്പരം തമ്മിലടിപ്പിച്ചവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലെല്ലാവരും സമന്മാരാണ്. ഏഷണിയിലും പരദൂഷണത്തിലും പടച്ചവനെ ഒരു കുറവുമില്ലല്ലോ. ആലിമും കണക്കാണ്, ജാഹിലും കണക്കാണ്. പടച്ചവനെ എല്ലാവരും അവസരം കിട്ടുമ്പോ പരസ്പരം തമ്മിലടിപ്പിക്കുകയാ. അവിടെയും ഇവിടെയും നടന്നുകൊണ്ട് ഏഷണിയും പരദൂഷണവും പറയുകയാ. പലരും പറയും, ഉസ്താദേ ഞാൻ പറയാറില്ല, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ ഉള്ളൂ. എടാ, കേട്ടാലും പറഞ്ഞവനെ പോലെയാടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞ ചിലപ്പോൾ തടമ്പുണ്ടാകാ, താടിയുണ്ടാകാ, ഖുർആൻ പഠിച്ചവനാകാ, ഉസ്താദാകാ, പ്രസംഗിക്കുന്നവനാകാ, ഹജ്ജ് ചെയ്തവനാകാ, നിസ്കരിക്കുന്നവനാകാ, കള്ളുകുടിയനാകാ, ആരുമാകട്ടെ, നീ വിശ്വസിക്കല്ലേ, നീ വിശ്വസിക്കല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കല്ലേ. സത്യം എന്താണെന്നറിയാതെ നീ ആരോടും പറയല്ലേ. അതിന്റെ സത്യാവസ്ഥ അറിയാതെ നീ പറയരുത്. വാട്സപ്പിൽ വരുന്നത് മുഴുവനും ഷെയർ ചെയ്യരുത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ പഠിക്കണം. ഇല്ലാതെ ഒരു കുടുംബത്തെ നാണം കെടുത്തിയിട്ട്, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം തകർത്തിട്ട്, ഒരു പാവപ്പെട്ട സ്വാലിഹത്തായ പെണ്ണിന്റെ ജീവിതം തുലച്ചിട്ട്, അല്ലാഹുവേ ചെയ്തത് തെറ്റാണെന്ന് തോന്നുമ്പോ വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇത് സാധാരണ പാപമല്ല, ഇത് നിസാര പാപമല്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവേ, പള്ളിയിൽ വന്ന് വേച്ച് നടന്ന് പള്ളിയിൽ വരും നിസ്കരിക്കാൻ, ഈ കേറ്റം കേറി ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നിസ്കരിച്ചതിന്റെ പ്രതിഫലം നാട്ടുകാർക്ക് കൊടുക്കുന്ന ഉപ്പമാരുണ്ടല്ലോ, സങ്കടം തോന്നാറുണ്ട്. പച്ചയിറച്ചി തിന്നുന്നവരാകരുത്, പച്ചയിറച്ചി തിന്നുന്നവരാകരുത്. 4 പെണ്ണുങ്ങൾ കൂടിക്കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് നിസാരമാണെന്ന് കരുതല്ലേ. 4 പേര് കൂടിക്കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പള്ളിയുടെ പടിയിൽ ഇരുന്നിട്ട് അബൂബക്കർ അങ്ങനെ, അവൻ അങ്ങനെ, ഇവൻ അങ്ങനെ, മറ്റേതാ മറിച്ചേതാ, എന്താപ്പാ നിസാര പാവ ചെയ്യണേ. നമ്മൾ വിചാരിച്ചിരിക്കണം, നമുക്കൊരു സ്വഭാവമുണ്ട്, എല്ലാം ചെയ്തിട്ട് പറയും ഒന്നുമില്ലാന്ന്. എൻ്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ പോയി പെണ്ണ് കണ്ടു, പെണ്ണിനെയൊക്കെ ഇഷ്ടപ്പെട്ടു. അവൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ ഈ പെണ്ണിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാള് ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നപ്പോൾ ആദ്യം കണ്ട കടയിൽ കയറിയിട്ട് ചോദിച്ചു ഈ ചെറുപ്പക്കാരനെ കുറിച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം. കള്ളും കുടിച്ച് കഞ്ചാവ് അടിക്കുന്ന കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ ഈ കടയെല്ലാം കൂടെ തല്ലി പൊട്ടിക്കണം, എനിക്കൊന്നും അറിയത്തില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. എന്തൊക്കെ പറഞ്ഞു? അവൻ കള്ളു കുടിക്കും, കഞ്ചാവ് അടിക്കും, വീട് കയറി തല്ലും, ഇത്രയും പറഞ്ഞിട്ട് അപ്പോൾ പറയും എനിക്കൊന്നും അറിയത്തില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. നമ്മളും അങ്ങനെ തന്നെ, എല്ലാരും കൂടെ കൂടിയിരുന്നിട്ട് ഇറച്ചി തിന്നിട്ട് അവസാനം പറയും എന്തിനാ വല്ലവരുടെ ഇറച്ചി തന്നെ, വിട് തന്നെ. എന്റെ പൊന്നാര വാപ്പ, കള്ളു കുടിച്ച അള്ള പുറത്തുതരും, കള്ളു കുടിച്ച അള്ള പുറത്തുതരും, വ്യഭിചരിച്ച അള്ള പുറത്തു തരും, പലിശ തിന്ന അള്ള പുറത്തു തരും, കൊല ചെയ്ത അള്ള പുറത്തു തരും, നിസ്കരിച്ചില്ലേ അള്ള പുറത്തു തരും. നീ എന്ത് പാപം ചെയ്താലും അള്ള പുറത്തു തരും. അള്ള ആരാ? ഗഫൂർ റഹീമ. പക്ഷേ അള്ള ഒരു പാപം പൊറുക്കൂല. എടാ, ഞാന് നിങ്ങളുടെ പള്ളിയിലെ ഖതീബിനെ കുറിച്ച് മോശമായ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഈ മനുഷ്യനെ നാണം കെടുത്തിയിട്ട് അള്ളാനോട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. നീ അറിയോ, ഹജ്ജിന് പോകുന്ന മനുഷ്യൻ എന്തിനാ ഓരോ വീടുകളും കയറി ഇറങ്ങി ഞാൻ ഹജ്ജിന് പോകുകയാ എന്ന് പൊരുത്തം ചോദിക്കണ എന്തിനാ? ഉംറയ്ക്ക് പോകുന്നവൻ എന്തിനാ പൊരുത്തം ചോദിക്കുന്നേ?
എടാ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ടതാ, നീ പൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കാര്യമില്ല എന്നാണ് അർത്ഥം. എടാ അള്ളാഹി ഞാനും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞാൻ അള്ളാഹിനോട് പറഞ്ഞ അള്ള എനിക്ക് പുറത്തു തരും. കാരണം അള്ള എൻ്റെ റബ്ബ്, ഞാൻ അള്ളാഹുടെ അടിമയും. അള്ള കരുണയുള്ളവൻ, അള്ള പുറത്തു തരും. പക്ഷെ നമ്മൾ തമ്മിലുള്ളത് നമ്മൾ തന്നെ തീർക്കണം. അതാ അതിൻ്റെ ഗൗരവം. നീ നാട്ടിലെ നിന്റെ അയൽവാസിയായ പെണ്ണിന്റെ ജീവിതം കുത്തിച്ചോറാക്കിയിട്ട് നീ കിടന്നിട്ട് പോയി ഹജ്ജ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഓളുടെ കാല് തന്നെ പോയി പിടിക്കുക. നീ അവളുടെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കുക, അല്ലാതെ നിനക്ക് രക്ഷയില്ല. അതാ മനസ്സിലാക്കേണ്ടത്. ഒരു ചരിത്രം ഞാൻ പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ വീട്ടിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനകത്തേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഉമറെ കരയണെന്താ? നബിയെ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്ന നബിയെ. അവന്റെ കരച്ചില് കണ്ടിട്ട് കരഞ്ഞതാണ്. അള്ളാന്റെ റസൂലിന് പോലും അത്ഭുതമായി പോയി. കാരണം ഉമർ ആരാ കരയണമെങ്കിൽ? ഉമർ സാധാരണ ആളല്ല. ഇബ്ലീസ് പോലും ഉമർ വരുന്ന വഴിയിലൂടെ വരൂല. ഇബ്ലീസിന് വരെ പേടിയാ ഉമറിനെ. ഈ ഉമർ കരയണമെങ്കിൽ അത് ആരാ? പടച്ചോനെ. ചെറുപ്പക്കാരനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഓനെ വിളിച്ചുകൊണ്ട് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താ നീ കരയണേ? നബിയെ, എൻ്റെ ജോലി എന്തെന്നറിയോ? എൻ്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഞാൻ കൊണ്ട് മയ്യത്തടക്കാനൊക്കെ കൂടെ നടക്കും. മയ്യത്തടക്കിയിട്ട് എല്ലാവരും പോകുമ്പോൾ ഏറ്റവും അവസാനം ഞാനൊരു അടയാളം വെച്ചിട്ട് പോകും ഖബറിന്റെ മുകളിൽ. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി ഞാൻ വന്ന് ഖബറിലെ മണ്ണ് മാറ്റി പലകയെടുത്തു മാറ്റി അതിനകത്തിറങ്ങിയിട്ട് ആ കഫൻ തുണി അഴിച്ചെടുക്കും. ഞാൻ കള്ളനാ. മയ്യത്തിന്റെ കഫൻ തുണി മുട്ടിക്കുന്ന കള്ളനാ ഞാൻ. എന്റെ നാട്ടിലെ ഖബർസാനിൽ കിടക്കുന്ന അധികം മയ്യത്തുകൾ നഗ്നരാ. ഞാൻ അവരുടെയൊക്കെ കഫൻ തുണി മുട്ടിച്ച കള്ളനാ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ള നിനക്ക് പുറത്തു തരും. അള്ള നിനക്ക് പുറത്തു തരും. നീ അള്ളാഹിനോട് പശ്ചാത്തപിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു. പക്ഷെ ഈ ചെറുപ്പക്കാരൻ പിന്നെയും കരയ. മണ്ണ് വാരി തലയിലിടുന്നുണ്ട്. മണ്ണ് വാരിയിട്ട് തലയിലിട്ടുകൊണ്ട് പിന്നെയും നിലവിളിക്കുക. നീ എന്തിനാ കരയണേ? ഇല്ല നബിയെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാവി ഞാനാ. എന്നെക്കാളും പാപം ചെയ്ത ഒരാളും ഈ ദുനിയാവിലില്ല. എന്നെക്കാളും പാപം ചെയ്ത ഒരു മനുഷ്യനും ഈ ദുനിയാവിലില്ല. കാരണം ഞാൻ അത്ര വലിയ പാപിയാ. എനിക്കല്ല പുറത്തു തരൂല, എനിക്കല്ല പുറത്തു തരൂല. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് പറയുമ്പോ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, എങ്കിലും ഒരിക്കലും പുറത്തു തരില്ല എന്ന് നീ പറയുന്നതെങ്കിൽ നീ ചെയ്ത പാപം എന്താണ് ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ നാട്ടിലൊരു പെണ്ണ് മരിച്ചു. ഒരു സ്വാലിഹത്തായ പെണ്ണ് മരിച്ചു. അവളുടെ മയ്യത്തും കുളിപ്പിച്ചു കഫം പൊതിഞ്ഞ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു. 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് അടയാളം വെച്ച് ഞാൻ പിരിഞ്ഞു പോയി നബിയേ. അടയാളം വെച്ച് തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പാതിരാത്രി എത്തിയപ്പോ സാധാരണ പോകുന്നത് പോലെ അതാ മണ്ണ് കുടിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് പാതിരാത്രിയിൽ കടന്നു ചെന്ന് അവിടെ നിന്ന് മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റിയിട്ട് ആ ഖബറിനകത്തിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ കഫം തുണികൾ അടിച്ചെടുക്കുകയാ. ആ പെണ്ണിന്റെ കഫം തുണികൾ അടിച്ചെടുക്കുകയാ. എന്നിട്ട് ഖബറിന്റെ മുകളിൽ കയറി മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ പള്ളിപ്പറമ്പിലെ ഖബർസാനിലൂടെ ഞാനങ്ങ് മുന്നോട്ട് നടന്നു പോകുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഒരൽപ്പം വസ്ത്രം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ. രണ്ടാമതും ഖബറിന്റെ ചാരത്ത് ചെന്നോ മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റി ഖബറിനകത്തിറങ്ങി ആ മയ്യത്തിനെ ഞാൻ കേറി പിടിച്ചു നബിയേ.
ആ മയ്യത്തിനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുമ്പോ ഉമർ തങ്ങളെ ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകാലുകൾ തളർന്നു പോയി. നബി അവിടെ നിന്ന് തളർന്നു വീഴുകയാണ്. കൈകാലുകൾ വിറയ്ക്കുകയാണ്. കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുകയാ. എന്തൊരു പാപമാ അല്ലാഹ്. മയ്യത്തിനെ പോലും വെറുതെ വിടാത്ത ചെറുപ്പക്കാരനാ. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഹല്ലി മിനത് തൗബാ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ, അല്ല എനിക്ക് പുറത്തു തരുവോ നബിയേ. ചെറുപ്പക്കാരാ കരയടാ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറ് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടെ നിന്ന് ചോദിക്കുന്നു, മുത്തി നബിയേ, ഇവനല്ല പുറത്തു കൊടുക്കുവോ? എന്തൊരു പാപമാ അല്ലാഹ്, എന്തൊരു പാപമാ അല്ലാഹ്. റസൂലുള്ള പറഞ്ഞു, ഉമറേ, ഇവനെക്കാളും പാപം ചെയ്യുന്നവരുണ്ടല്ലോ. ആരാണെന്നറിയോ? മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്ന മുസ്ലിമേ. ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവരോട് പൊരുത്തം ചോദിക്കാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നീ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, രണ്ട് മുഖമുള്ളവരാകല്ലേ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ലിസാനാനി മിനന്നാർ, തീയുടെ രണ്ട് നാവുകളുമായിട്ട് അല്ലാഹു നാളെ നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹ് ഒരുപാട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ഒരുപാട് പേരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. നീ പുറത്തു തരണേ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. മൂന്നാമത്തെ വിഭാഗം രണ്ട് മുഖമുള്ളവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. 10:45 ചിലരൊക്കെ വാച്ച് നോക്കുന്നു. ശരിയാ, 10:45. 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റ് വിരിവില്ലേ? ഉണ്ടോ 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 ബക്കറ്റ് എടുത്തോ? അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സദഖത്തു റദ്ദുൽ ബലായ, സദഖ വിപത്തുകളെ തട്ടിമാറ്റും. ഏതു മാരക രോഗത്തെയും മാറ്റാനുള്ള പവർ സദഖയ്ക്കുണ്ട്. ഉണ്ടാ? ബക്കറ്റ് ഉണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട. ഇല്ലേ? ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് മാരക രോഗത്തെയും തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സദഖ കൊണ്ട് ചികിത്സിക്ക്. നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ സദഖ കൊണ്ട് ചികിത്സിക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാം, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്നല്ലേ എഴുന്നേറ്റ് പോകാൻ പറ്റുകയുള്ളൂ. അസ്റായിൽ വരുമ്പോ എവിടെയും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പടച്ചവന്റെ ഇൽമ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയാ, ചോർന്നൊലിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാണ് 50ാമത്തെ വാർഷികമാണ്. പടച്ചവനെ ഇന്ന് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയുണ്ടല്ലോ, ഇവിടെ നീ നാടുകളിൽ നിന്ന് പഠിക്കാൻ പോയ ആലിമീങ്ങളായ പണ്ഡിതന്മാര്, അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീകളെ ആദരിക്കുന്നത് കണ്ടല്ലോ. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. വലിയ
പ്രതിഫലമാ സഹോദരാ, വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് അവര് ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. വെറും കയ്യോടെ മടക്കല്ലേ. അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അസ്വദഖത്തു റദ്ദുൽ ബലായാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന. മാരകമായ ക്യാൻസർ പോലെ, ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും സഹോദരാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തോ. ഒരാൾ പോലും കൊടുക്കാതിരിക്കരുത്, ഒരാൾ പോലും കൊടുക്കാതിരിക്കരുത്. അല്ലാഹു തന്നതിൽ നിന്ന് കൊടുത്തോ. പെങ്ങളെ, 6 വയസ്സുള്ള ഒരു കുഞ്ഞിന് ക്യാൻസർ ആണ്, ദുആ ചെയ്യണേ എന്ന് വാട്സപ്പില് മെസ്സേജ് ഇട്ടിരിക്കുകയാ. 6 വയസ്സുള്ള തന്റെ പൊന്നുമോൾക്ക് ഉസ്താദേ ബ്ലഡ് ക്യാൻസർ ആണ്, അല്ലാഹുവേ ശിഫ കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. പെങ്ങളെ, നിസാരമേ ഉള്ള മോള്, എപ്പോഴെങ്ങനെയാ വരുന്നതും അറിയില്ല. നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ആ രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് തികയൂല. നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത രോഗങ്ങൾ വന്നാൽ എന്ത് ചെയ്യും മുസ്ലിമേ? അതുകൊണ്ട് നീ സമ്പാദിച്ചത് മുഴുവനും കൊടുക്കണ്ട. അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം നിനക്ക് കൊടുക്കാൻ കഴിയുമോ? അർഹമുറഹീമായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, കാരുണ്യക്കടലായ അല്ലാഹ്, ആരെല്ലാം സദഖ കൊടുക്കുന്നുണ്ടോ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. ബക്കറ്റില്ലേ? ബക്കറ്റ് മേടിക്കാൻ പണത്തൂര് പോയോ? സ്ത്രീകളുടെ ഭാഗത്തൊന്നുമില്ല, മൊത്തം ബക്കറ്റ്. മുസാഫത്തൊന്നും ഇല്ല. പടച്ചോനെ, ഓടി ഓടി വാ, ബക്കറ്റുമായിട്ട് ഓടി. കമ്മിറ്റിക്കാരൊക്കെ ഓടി വാ. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പോ ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് എല്ലാവരും കയ്യറോ. പൈസ ഇല്ലെങ്കിൽ ഇട്ടോ, ഇട്ടതിന്റെ പ്രതിഫലെങ്കിലും കിട്ടും. വെച്ചതുണ്ടോ നോക്ക്. കയ്യും കെട്ടി ഇരിക്കല്ലേ വെറുതെ. മലക്ക് നിനക്കെതിരായി ദുആ ചെയ്യും. അല്ലാഹു കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങളൊക്കെ മോതിരം ഇട്ടാ മതി, ഇട്ട പൈസ ഇടണ്ട. പൈസ ഇല്ലെങ്കിലും മോതിരം കേട്ടോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരെണ്ണം കൂടെ കേട്ടൂടെ? ഒരെണ്ണം കൂടെ കേട്ടൂടെ? വഴുത് അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. ഇല്ലേ ഉസ്താദെ? വഴുത് പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല. വഴുത് കേൾക്കാൻ വന്നവർക്ക് ചായ കാപ്പിയും കണ്ട കൊടുക്കുന്നുണ്ട്. കുടിക്ക്. കുഴപ്പമില്ല. അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ കേട്ടോ. ചായയും ബിസ്ക്കറ്റും ഉണ്ടില്ലേ? എന്തൊക്കെയോ കൊട്ടയ്ക്കകത്ത് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ശരി, അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5-ാമത്തെ വിഭാഗം, 4-ാമത്തെ വിഭാഗം. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-ാമത്തെ വിഭാഗം അഹങ്കാരം. 2 ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുക. 3 2 മുഖമുണ്ടാവുക. ഈ 3 പാപം നിങ്ങൾ ആരും ചെയ്തിട്ടില്ലെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാകും. ഈ പറയുന്ന പാപം ഈ സദസ്സിലിരിക്കുന്ന 100 പേരും ചെയ്തവരാ, 99 അല്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ പാപം ചെയ്തിട്ടുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറല്ല കാക്കുമാറാകട്ടെ. ഈ ഇരിക്കണ 100-ൽ 100 പേരും ഒരാള് പോലും ഒഴിവാകത്തില്ല. ഈ 4-ാമത്തെ പാപം ചെയ്തിട്ടുള്ളവരെ നമ്മൾ എല്ലാവരും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹ് പുറത്തു തരുമാറാകട്ടെ. ഏതു പാപമാ?
ഏതു പാപമാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? അൻ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ തഫല തിജാഹുൽ ഖിബ്ലതി ജാഅ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ആ നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? എങ്ങനെയാ വരുന്നതെന്നറിയോ? ചായ കുടിക്കുന്നതിന്റെ ഇടയിൽ മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ചെയ്ത പാപമാ. ചെയ്യാത്ത ഒരാണുമില്ല, ചെയ്യാത്ത ഒരു പെണ്ണുമില്ല. നമ്മൾ ജനിച്ചത് മുതലും ഇന്നത്തെ ദിവസം വരെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ചെയ്തു പോയ പാപമാണ്. പിന്നെ എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? ഇനിയെങ്കിലും തിരുത്താനാ, ഇനിയെങ്കിലും തൗബ ചെയ്യാനാ. അല്ലാഹുവേ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ നെറ്റിത്തടമുണ്ടല്ലോ, ഈ രണ്ട് കണ്ണുകളുണ്ടല്ലോ, ഈ രണ്ട് കണ്ണുകളുടെ ഇടയില് ഈ ദുനിയാവിൽ തുപ്പിയ തുപ്പലുകളുണ്ടല്ലോ, അല്ലാഹു ഈ നെറ്റിത്തടത്തിൽ കൊണ്ടുവച്ചിരിക്കുകയാ. നമ്മളൊക്കെ തുപ്പുമല്ലോ, നമ്മളൊക്കെ തുപ്പുന്ന തുപ്പലുണ്ടല്ലോ, ഈ തുപ്പൽ അല്ലാഹു നമ്മുടെ മുഖത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതും നെറ്റിത്തടത്തിലാണ്. രണ്ട് കണ്ണുകൾക്കിടയില് ഇങ്ങനെ ചുമന്നുകൊണ്ട് നാളെ പരലോകത്ത് വരുന്ന വിഭാഗമാ. വല്ലാത്ത ദുർഗന്ധമാ, വല്ലാത്ത ദുർഗന്ധമാ. ജനങ്ങളും മുഖം തിരിക്കുകയാ. ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവരാരാണ് നബിയേ? അവരാരാണ് നബിയേ? സഹാബാ, കിബിലയുടെ നേരെ തുപ്പിയവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ഈ കിബിലയുണ്ടല്ലോ, ആ കിബിലയുടെ നേരെ തുപ്പിയവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചങ്ങായി പോവാണോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കിബിലയുടെ നേരെ നമ്മൾ തുപ്പിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തിരുമാറാകട്ടെ. തുപ്പിയിട്ടില്ലേ? ജീവിതത്തിൽ തുപ്പിയിട്ടുണ്ടോ? എവിടെ തുപ്പേണ്ടത്? വലതു ഭാഗത്താ, ഇടതു ഭാഗത്താ, മുമ്പിലാ? എവിടാപ്പ തുപ്പ? ഇന്ന് വരെ നമ്മൾ എവിടെ ഇടതു ഭാഗത്താ തുപ്പണേ? സത്യത്തിൽ ഇടതു ഭാഗത്താണ് തുപ്പേണ്ടത്. ആരാ ഇടതു ഭാഗത്ത് തുപ്പണേ? ആരാപ്പ തുപ്പണ? പള്ളിയുടെ ജനലി എഴുതി വെച്ചിട്ടുണ്ട്, ഇതിലേ തുപ്പരുതെന്ന്. പള്ളിയുടെ ജനലി പോലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ നേരെ തുപ്പിയ തുപ്പല് നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ നെറ്റിത്തടത്തിൽ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹിന്റെ കഅബയെ ആദരിക്കണം, അള്ളാഹുവിന്റെ കഅബയെ ആദരിക്കണം. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കഅബ, നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കഅബ, കഅബയുമായിട്ട് ജനനം മുതൽ മരണം വരെ ബന്ധമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുമ്പോ നേരെ കിബിലയുടെ നേരെ നിസ്കരിക്കല് മാത്രമല്ല, ഖുർആൻ ഓതേണ്ടത് കിബിലയുടെ നേരെ നിന്നിട്ടാ, ഉളുവെടുത്ത ദുആ ചെയ്യേണ്ടത് കിബിലയുടെ നേരെ നിന്നിട്ടാ, ബാങ്ക് വിളിച്ച ദുആ ചെയ്യേണ്ടത് കിബിലയുടെ നേരെ നിന്നിട്ടാ, നീ ഏകദേശം ചെയ്യുന്ന ഏകദേശമുള്ള സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ചെയ്യേണ്ടത് കിബിലയുടെ നേരെ നിന്നിട്ടാ. എന്തിനു പറയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കിടന്നുറങ്ങേണ്ടത് കിബിലയുടെ നേരെയാ. രാത്രി കിടന്നുറങ്ങേണ്ടത് എങ്ങോട്ടാ? എടാ, ഒരു മനുഷ്യൻ കിടക്കുമ്പോൾ കിബിലയുടെ ഭാഗത്തേക്ക് മുഖം കാണുന്ന രീതിയിൽ കിടക്കണമെന്ന. കിടക്കുമ്പോഴും നിസ്കരിക്കുമ്പോ മാത്രമല്ല, ഉറങ്ങുമ്പോ കിബിലയുടെ നേരെ. എന്തിന്? മരിച്ച മയ്യത്ത് എങ്ങോട്ടാ കിടത്തണ്ടേ? നീ മരിച്ചുപോയാൽ നിന്റെ മയ്യത്ത് ആൾക്കാര് പറയും കിബില കാണുന്ന രീതിയിൽ കിടത്താൻ. എന്തിനടാ ഈ കാണുന്ന പാണത്തൂര് പള്ളിയുടെ ഖബർസ്ഥാനി കൊണ്ടുവച്ചിരിക്കുന്ന സർവ്വ മയ്യത്തുകളും കിബിലയുടെ ഭാഗത്തേക്കാ തര വെച്ചിരിക്കുന്നത്, അല്ലാതെ തിരിച്ചാണോ?
നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കിബില, നമ്മുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിലും എല്ലാ ഇബാദത്തുകളിലും ആ പരിശുദ്ധമായ കഅബയെ നമ്മൾ ആദരിക്കണം, ആ കിബിലയെ നമ്മൾ ബഹുമാനിക്കണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ കിബിലയെ ബഹുമാനിക്കുമ്പോഴേ അള്ളാഹു നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ തരികയുള്ളൂ. ആ കിബിലയെ നാം ആദരിക്കണം. നിനക്ക് എന്താദരവ്? കിബിലയുടെ നേരെ തുപ്പുന്നു, ഖുർആൻ ഓതുന്നത് എങ്ങോട്ടോ ഇരുന്നു, ഖുർആൻ ഓതുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തമാശയല്ല. ഒരാൾ ഈ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഈ പള്ളിയുടെ നേരെ തുപ്പരുത്, കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പരുത്. ഒരു മനുഷ്യന് ഇടതുഭാഗത്തെ തുപ്പാൻ പാടുള്ളൂ. ഇവിടെ അതൊന്നും നോക്കാറില്ല നമ്മൾ. അള്ളാഹുവിന്റെ കഅബാലയത്തെ ആദരിക്കണം, പരിശുദ്ധമായ കിബിലയെ ആദരിക്കണം. ആദരിക്കുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. ഇനിയെങ്കിലും നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ നേരെ തുപ്പല്ലേ ഉപ്പാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയുമായി നീ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കൂ. കിബിലയുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടാകണമല്ലോ. ഒരു ചരിത്രം പറയട്ടെ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ യഥാ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാണ്, ഹുബൈബ് തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി പിടിച്ചുകൊണ്ട് വരികയാണ്. അവിടുന്ന് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാ ഹുബൈബേ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാ ഹുബൈബേ, ചെറിയ പ്രായത്തിലേ ചാകണമോ? ചെറിയ പ്രായത്തിലേ ചാകണോ ഹുബൈബേ? നീ പുതിയ മതം കളന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്നാൽ നിനക്ക് നിങ്ങളെ ജീവനോടെ വെറുതെ വിട്ടേക്കാ. ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. അവസാനം അവര് ചോദിച്ചു, ഹുബൈബേ, നീ മതമൊന്നും മാറണ്ട, മുഹമ്മദിന് ഒരു ചീത്ത പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാ. മുഹമ്മദിന് ഒരു ചീത്ത പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാ. ഹുബൈബ് തങ്ങൾ അതിനും തയ്യാറായില്ല. അവിടുന്ന് പടച്ചവനെ അവസാനം ഹുബൈബ് തങ്ങളെ തൂക്കിക്കൊല്ലാ തീരുമാനിച്ചു. കൊല്ലാ സമയമായപ്പോ അവര് ചോദിച്ചു, ഹുബൈബേ, നിന്റെ അവസാനത്തെ അഭിലാഷമെന്താ? ചാകുന്നതിന് ചാവുന്നതിന് മുമ്പ് നിനക്ക് വല്ല മോഹവുമുണ്ടോ? നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവസാനത്തെ ആഗ്രഹം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ കഅബയുടെ നേരെ നിന്ന് എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. എനിക്ക് കിബിലയുടെ നേരെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കാൻ സമ്മതിക്കുമോ? അല്ലാഹ് ശത്രുക്കൾ അനുവാദം കൊടുക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഓടി വരികയാണ്. അവിടുന്ന് വുളുവെടുത്തു. അല്ലാഹുവേ, കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു. പെട്ടെന്നാണ് നമസ്കരിച്ചത്. എന്നിട്ട് ഹുബൈബ് ഇബ്നു അദി തങ്ങൾ അല്ലാഹുവിനോട് യാത്ര പറയുകയാ, അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. എന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി. പടച്ചവരെ, അവര് കൈകാലുകൾ കെട്ടുകയാ. ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിടുകയാണ്. എന്നിട്ട് അവര് ചോദിച്ചു, ഹുബൈബേ, ഇനിയെങ്കിലും പറയടാ, നിനക്ക് തീരുമാനത്തിൽ മാറ്റമുണ്ടോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അവര് കഴുത്തിൽ കയറിട്ട് മുറുക്കുകയാ. പഴുപ്പിച്ച കമ്പി കൊണ്ടുവന്ന്, കുന്തം കൊണ്ടുവന്ന് ഹുബൈബ് തങ്ങളുടെ വയറ്റിലും നെഞ്ചിലും കുത്തിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിഞ്ഞെടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയോ?
നിങ്ങൾ എന്നെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാലും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒരിക്കലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഹുബൈബ് റളിയല്ലാഹു തആല ആ കഴുകുമരത്തിൽ കിടന്ന് തൂകുമ്പോ ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബേ, കിബിലയുടെ നേരെ തല വെക്കണ്ടടാ, കിബിലയുടെ ഭാഗത്തേക്ക് തല വെച്ചുകൊണ്ട് നീ ചാകില്ല. ഹുബൈബ് തങ്ങളുടെ തല പിടിച്ച് തിരിക്കുകയാ. ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ അവര് തല പിടിച്ച് തിരിക്കുകയാ. ചരിത്രമറിയുമെങ്കിൽ വായിച്ചു നോക്കൂ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല തിരിഞ്ഞില്ല വാപ്പാ. അവരെത്ര പരിശ്രമിച്ചിട്ടും അല്ലാഹുവിന്റെ കഅബയുടെ നേരെയാണ് ഹുബൈബ് തങ്ങളുടെ തലയിരുന്നത്. ആ കിടപ്പിൽ കിടന്നാണ് അവിടുന്ന് ഷഹീദായത് എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ നിങ്ങൾ അല്ലാഹുവിന്റെ കഅബയെ മറക്കല്ലേ. കിബിലയെ നിങ്ങൾ അവഹേളിക്കരുത്. ആ കിബിലയെ നിങ്ങൾ ആദരിക്കണം. ആ കിബിലയെ നിങ്ങൾ പരിഗണിക്കണം. ആ കിബിലയ്ക്ക് നൽകേണ്ട സ്ഥാനം നൽകണം. അത് നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമല്ല, ദുആ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ഉളുവെടുക്കുന്ന സമയത്ത് മാത്രമല്ല, കിടന്നുറങ്ങുന്ന സമയത്ത് മാത്രമല്ല, മരണത്തിന്റെ വേളയിൽ മാത്രമല്ല, പടച്ചവനെ മരിച്ചു മയ്യത്ത് കിടക്കുന്ന സമയത്ത് മാത്രമല്ല, അല്ലാഹുവേ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ട് കടത്തുമ്പോഴും ഖിയാമത്ത് നാൾ വരെ പടച്ച റബ്ബേ കിബില കണ്ടുകൊണ്ട് കടക്കണമല്ലോ. ആ കിബിലയെ നിങ്ങൾ ആദരിക്കണേ. ആ കിബിലയെ നിങ്ങൾ ബഹുമാനിക്കണേ. കിബിലയുടെ നേരെ തുപ്പല്ലേ, കിബിലയുടെ നേരെ തുപ്പല്ലേ. അല്ലാഹുവിന്റെ പരലോകത്ത് നാണം കെട്ടവരെ പോലെ, വൃത്തികെട്ടവരെ പോലെ മുഖത്ത് മുഴുവനും പടച്ചവനെ തുപ്പലുകളും ചുമന്നു കൊണ്ടുവരുന്ന 4ാമത്തെ വൃത്തികെട്ടവരാരാ? അവർ അല്ലാഹുവിന്റെ കിബിലയുടെ നേരെ തുപ്പിയവരാ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ.